സംഖ്യാപുസ്തകം അധ്യായം 9. കൂടാരത്തിനു മുകളിൽ മേഘം. സാക്ഷ്യകൂടാരം സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു. അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിനു മുകളിൽ നിന്നു. നിരന്തരമായി അത് അങ്ങനെ നിന്നു. പകൽ മേഘവും രാത്രി അഗ്നിരൂപവും കൂടാരത്തെ ആവരണം ചെയ്തിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമടിക്കും. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. അവിടുത്തെ കൽപ്പന പോലെ അവർ പാളയമടിച്ചു. മേഘം കൂടാരത്തിനു മുകളിൽ നിശ്ചലമായി നിൽക്കുന്നിടത്തോളം സമയം അവർ പാളയത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. മേഘം ദീർഘനാൾ കൂടാരത്തിനു മുകളിൽ നിന്നപ്പോഴും ഇസ്രായേൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുകയും യാത്ര പുറപ്പെടാതിരിക്കുകയും ചെയ്തു. ചിലപ്പോൾ ഏതാനും ദിവസം മാത്രം മേഘം കൂടാരത്തിനു മുകളിൽ നിന്നു. അപ്പോഴും കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ പാളയത്തിൽ തന്നെ വസിച്ചു. അവിടുത്തെ കൽപ്പനയനുസരിച്ച് മാത്രമേ അവർ യാത്ര പുറപ്പെട്ടുള്ളൂ. ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ പുലർച്ചെ വരെ മാത്രം നിൽക്കും. പ്രഭാതത്തിൽ മേഘമുയരുമ്പോൾ അവർ യാത്ര പുറപ്പെടും. പകലോ രാത്രിയോ ആയാലും മേഘമുയരുമ്പോൾ അവർ പുറപ്പെടും. മേഘം 2 ദിവസമോ 1 മാസമോ അതിൽ കൂടുതലോ കൂടാരത്തിനു മുകളിൽ നിന്നാലും അവർ യാത്ര തുടരാതെ പാളയത്തിൽ തന്നെ വസിക്കും. മേഘമുയരുമ്പോൾ അവർ യാത്ര തുടരും. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ചാണ് അവർ പാളയമടിക്കുകയും യാത്ര പുറപ്പെടുകയും ചെയ്തിരുന്നത്. അവിടുന്ന് മോശ വഴി നൽകിയ കൽപ്പനയനുസരിച്ച് അവർ പ്രവർത്തിച്ചു.